അഞ്ചാം ക്ലാസ് അർദ്ധവാർഷിക പരീക്ഷ തജ്വീദ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മോഡൽ ചോദ്യപേപ്പറും പരിചയപ്പെടുത്തുന്ന നല്ല ഉപകാരപ്രദമായ വീഡിയോ ആണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പറഞ്ഞ പ്രകാരം പഠിക്കണം എന്ന് മാത്രം. ആദ്യം നമുക്ക് ചോദ്യപേപ്പർ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ യോജിച്ച ചിഹ്നം ചേർക്കാം എന്നുള്ളതാണ്. ചിഹ്നങ്ങൾ വഖഫിൻ്റെ അടയാളങ്ങളാണ്. ഖില ഉണ്ട്, ത്വാ ഉണ്ട്, ജീം ഉണ്ട്, സാ ഉണ്ട്. അതുപോലെ തന്നെ ആയത്തിൻ്റെ അവസാനത്തിലും തുടക്കത്തിലുമായി വരുന്ന അതുണ്ട്, മീമുണ്ട്. താഴെ കൊടുത്തിരിക്കുന്ന 6 ചോദ്യങ്ങൾക്ക് നേരെ ഈ 6 നിന്ന് യോജിച്ചത് ചേർത്തി കൊടുക്കാനാണ്. ഒന്നാമത്തത് വഖഫ് ലാസിം, നിർബന്ധമായ വഖഫ് ഏതാണ്? മീമാണ്. റഉസുൽ ആയത്ത്, ആയത്തിൻ്റെ പ്രധാന ഭാഗത്തിൽ വരുന്നത് ഏതാണ്? ആ ചിഹ്നമാണത്. പിന്നെ ചേർത്തി ഓതലാണ് നല്ലത്. സാ ഉണ്ടെങ്കിൽ അവിടെ ചേർത്തി നിർത്താതെ ചേർത്തി ഓതലാണ് നല്ലത്. ഇനി നാലാമത്തത് വഖഫ് ചെയ്യലും ചെയ്യാതിരിക്കലും സമം, ജീമ്. 5 വഖഫ് ചെയ്യലാണ് നല്ലത്, ത്വാ അഥവാ നിർത്തലാണ് നല്ലത്. ഇനി വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്, കില, കാഫു ലാമു യാവും കൂടെ കൂടിയത്. അവിടെ വഖഫ് ചെയ്യലാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഇങ്ങനെ 6 നമ്മൾ യോജിപ്പിച്ചു കൊടുത്തു. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ ഇനി ഈ പരീക്ഷയ്ക്ക് ഈ രൂപത്തിലായിരിക്കില്ല, വേറെ ഏതെങ്കിലും രൂപത്തിലായിരിക്കും. മുമ്പുള്ള പേപ്പറുകൾ പരിശോധിക്കുമ്പോൾ പ്രധാനമായിട്ട് വന്നൊരു ചോദ്യമാണ്. ഒന്നെങ്കിൽ ഇങ്ങനെ ചോദിക്കും, അല്ലെങ്കിൽ ഇത് മുഴുവനായിട്ട് കൊടുക്കും, എന്നിട്ട് ഇത് വിവരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ വഖഫ് മുത്തലക്ക്, അതുപോലെ തന്നെ വഖഫ് ലാസിം, ഇങ്ങനെ ഇതിനെ വിശദീകരിക്കുക എന്താണത് എന്നുള്ളത്, അതിൻ്റെ ആ ഒരു ഒറ്റ വാക്കിലോ അല്ലെങ്കിൽ കുറഞ്ഞ രൂപത്തിലുള്ള ആ ഡെഫിനിഷൻ അത് ചോദിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ക്ലിയറാക്കി വെക്കുക, നല്ല രൂപത്തിൽ പഠിച്ചു വെക്കുക. ഇനി രണ്ടാമത്തത് പൂർത്തിയാക്കാം എന്നുള്ള ചോദ്യമാണ്. അതിലൊന്ന് തഅനീസിൻ്റെ ഹായിനെ ചേർത്തി ഓതുമ്പോൾ ഡാഷാണ്, ത ആയിട്ട് ഉച്ചരിക്കണം. അപ്പോൾ തഅനീസ് എന്ന് പറഞ്ഞാൽ ഗേൾസ്, സ്ത്രീലിംഗം. അതിൻ്റെ മേൽ അറിയിക്കുന്ന ഹായിനെ ചേർത്തി ഓതുമ്പോൾ എന്താണ്? ത ആയിട്ട് ഉച്ചരിക്കണം. 2 തഅനീസിൻ്റെ ഹായിനെ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ട് ഉച്ചരിക്കണം. അപ്പോൾ തായിനെ വഖഫ് അവിടെ പോയി നിർത്തുകയാണെങ്കിൽ ഹ എന്നായിട്ട് ഉച്ചരിക്കണം. 3 സക്തയുടെ ഹായിന് എപ്പോഴും സുക്കൂനായിരിക്കും. 4 ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന് സക്ത എന്ന് പറയും. ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ തുടരുന്നതിന്. അപ്പോൾ അങ്ങനെ നിർത്തി എന്ന് പറയില്ല, ഒരു ചെറിയൊരു താമസം ചെയ്ത് അവിടെ ശ്വാസം വിടാതെ ഒന്നിനാണ് സക്ത എന്ന് പറയുന്നത്. 5 തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. അപ്പോൾ ഖത്തിൻ്റെ ഹംസ എന്ന് ചോദിച്ചാൽ ഇതേതാ? തുടങ്ങുമ്പോഴും ചേർത്തി ഓതുമ്പോഴും ഉണ്ടാവുന്ന ഹംസക്ക് ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. 3 വായിക്കുന്നതിന് മുമ്പ് ഇതുപോലത്തെ ഉപകാരപ്രദമായ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് സഹായിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഉപകാരപ്പെട്ടെങ്കിൽ അവസാനം കമൻറ്റിലൂടെ നന്ദി അറിയിച്ച് താങ്ക്സോ അൽഹംദുലില്ലയോ എഴുതി അറിയിക്കുകയും ചെയ്യുക. നമുക്ക് വായിക്കാം. 1 വ്യക്തമാക്കാം എന്നുള്ളതാണ്. വഖഫ് എന്ന് പറയുന്നത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കെലിമത്തിൻ്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറെക്കുറെ ചോദ്യപേപ്പറിലും വന്ന ഒരു ചോദ്യമാണത്. 2 സിഫത്തുകൾ എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ഒന്നുകൂടെ, അറബി അക്ഷരങ്ങൾ അവയുടെ മഖ്റജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ രൂപത്തിലോ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാനോ പൂരിപ്പിക്കാനോ എങ്ങനെയെങ്കിലുമൊക്കെ വരാൻ സാധ്യതയുള്ള ചോദ്യമായതുകൊണ്ട് ഒരു തവണ കൂടെ വായിച്ചു. ഇനി അടുത്ത 4 2 വിധം ഉദാഹരണം എഴുതാം എന്നുള്ളതാണ്. അതിൽ 1 ഹംസത്തുൽ വസ്ൽ, വസ്ലിൻ്റെ ഹംസ വന്നതിനുള്ള ഉദാഹരണം. വഖ്ശൗനിൽ യൗമ ലിനഫ്സിദ്ഹബ്. ആ ഹംസ അവിടെ ഉച്ചാരണത്തിലില്ലാതെ പോകുന്നു. വഖ്ശൗനിൽ യൗമ ലിനഫ്സിദ്ഹബ്. പഠിച്ചു നോക്കുക. ഇപ്പം തന്നെ അതൊന്ന് മനപ്പാടാക്കി വെച്ചോക്ക്. അതിലേതെങ്കിലും ഒന്നെങ്കിലും ഇപ്പം തന്നെ ഒന്ന് മനപ്പാടാക്കി വെക്കുക. അതാണ് നമ്മളെ വീഡിയോ കാണുന്നതിലുള്ള ഒരു ഫലം
അങ്ങനെയെങ്കിലും നടക്കട്ടെ. രണ്ടാമത്തത് ഹംസത്തുൽ ഖത്അ്, ഇസ്മുഹു അഹ്മദ്. അത് ഓർത്തച്ചാൽ മതി, എന്ത് എളുപ്പമാണ്. ഇസ്മുഹു അവൻ്റെ പേര് അഹ്മദ് എന്നാണ്. ഫി അഹ്സനി തഖ്വീം അത് നമുക്കറിയുന്ന ആയത്താണ്. ഇത് രണ്ടും പഠിക്കാൻ കാരണം എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ഈ പരീക്ഷയ്ക്കും അതിന് 2 ഉദാഹരണം എന്തായാലും ചോദിക്കും. അതുകൊണ്ടാണ് നിങ്ങളോട് പഠിക്കാൻ വേണ്ടി പറയുന്നത്. ഒരുപാട് ചോദ്യപേപ്പറുകൾ പരിശോധിക്കുമ്പോൾ കാണുന്ന വിവരങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇനി സക്ത ചെയ്യേണ്ട സ്ഥലങ്ങൾ: അൽ കഹ്ഫ്, വലം യജ്അൽ ലഹു ഇവജൻ, ഖയ്യിമൻ ലിയുൻദിറ, യാസീനിലെ മിമ്മർഖദിന ഹാദാ മാ വഅദ. മിമ്മർഖദിന അവിടെയാണ് സക്ത വരുന്നത്. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അൽ കഹ്ഫ് സൂറത്തിലെ വലം യജ്അൽ ലഹു ഇവജ എന്നുള്ള ആയത്തിലും യാസീനിലെ മിമ്മർഖദിന ഹാദാ മാ വഅദ അത് കേൾക്കുന്നതിലൂടെ തന്നെ നമുക്ക് ഓർമ്മ വരും പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ. നാലാമത്തത് നീട്ടി ഓതേണ്ട ഹാ ഉൽ ലമീർ, അതിൻ്റെ ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ലഹു മാഫിസ് സമാവാത്തി, ലഹു അവിടെ അല്പം നീട്ടണം. വബിഹി യസ്തഅജിലൂൻ, ലഹു മാഫിസ് സമാവാത്തി വബിഹി യസ്തഅജിലൂൻ. 2 തവണ വായിക്കുന്നത് ചോദിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 2 തവണ വായിച്ചതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിൽ നിന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് 5-മത്തത് ഉത്തരം എഴുതാം എന്നുള്ള ചോദ്യമാണ്. അതിലൊന്നാമത്തത് വറത്തിലിൽ ഖുർആന തെർത്തീലൻ എന്നതിന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ അർത്ഥം എന്താണ്? അത് ഈ ചോദ്യപേപ്പറിലുണ്ട്. നമ്മളിനി അവസാനം മറ്റൊരു ചോദ്യപേപ്പർ കൊടുക്കുന്നുണ്ട്, അതിലുമുണ്ട്. ആവർത്തിച്ച് വരുന്നൊരു ചോദ്യമാണത്. അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നാണ്. അക്ഷരങ്ങളെ ഭംഗിയാക്കുകയും വഖഫുകളെ പഠിക്കുകയും ചെയ്യുക എന്നതാണ്. 2 ഇസ്തിഗ്ലാഇൻ്റെ ഉദ്ദേശം എന്താണ്? ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. 3 അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് എന്തു പാലിച്ചുകൊണ്ടാണ്? സിഫത്തുകൾ പാലിച്ചുകൊണ്ട്. 4-മത്തത് സൂറത്തുൽ മുൽക്കിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അത് 30 ആയത്തേ ഉള്ളൂ. അത് പതിവാക്കുന്നവരുടെ പാപങ്ങൾ പൊറുക്കുന്നത് വരെ അള്ളാഹുവിനോടത് ശുപാർശ ചെയ്യും എന്നുള്ളതാണ്. ഇത് വായിച്ചു കഴിഞ്ഞതിലൂടെ ഏത് രൂപത്തിലാണ് ചോദ്യം വരിക എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കി. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ നിങ്ങൾ കാണുന്നു, അത് വായിക്കുന്നില്ല. വായിച്ചാൽ വീഡിയോ ഇനിയും ഒരുപാട് ദീർഘിച്ചു പോകും. അപ്പോൾ 2 ചോദ്യവും കൂടെ കമ്പയർ ചെയ്തിട്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മാർക്ക് ചെയ്യുക. ഓരോ പാഠഭാഗത്തിലെയും പ്രധാനപ്പെട്ട പോയിൻ്റുകൾ രേഖപ്പെടുത്തി പഠിക്കുകയാണെങ്കിൽ നമുക്കൊന്നും കൂടെ എളുപ്പമുണ്ടാകും. ഇൻഷാ അള്ളാഹ് പരീക്ഷയ്ക്ക് നിർണ്ണയിക്കപ്പെട്ട ഭാഗങ്ങളൊക്കെ നന്നായി പഠിക്കുക, ദുആ ചെയ്യുക. എല്ലാവർക്കും അല്ലാഹു തആല നല്ല മാർക്കോടുകൂടെയുള്ള വിജയം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. പൊതുപരീക്ഷയുടെയും മറ്റൊക്കെ ക്ലാസ്സുകൾ നമുക്ക് നടത്തണം. നഷ്ടമാവാതിരിക്കാൻ വേണ്ടി നമ്മളോട് കൂടെ കൂടുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തുക. ഒന്ന് കമൻറ്റ് ഉപകാരപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ സന്തോഷം അറിയിക്കുകയും ചെയ്യുക. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.